വളരെയധികം ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു വർക്ക് വിസ എടുത്ത് കാനഡയിലേക്ക് വരിക എന്നുള്ളത്. പലരും അത് ചോദിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പല ആൾക്കാരും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ഒരു വർക്ക് പെർമിറ്റ് എടുത്തിട്ടാണ് അവിടെ പോകുന്നതും അവിടെ ജോലി ചെയ്യുന്നതൊക്കെ. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതേപോലെ കാനഡയിലേക്കും വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് നാട്ടിലുള്ള പല ഏജൻസികളും ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഏജൻസികൾക്കും നമ്മളെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LMA ജോബ്സ് അത് എല്ലാവർക്കും ഇപ്പം വളരെ പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കാനഡയിലെ ഒരു വർക്ക് പെർമിറ്റിൽ വരുന്നതിൻ്റെ പേരാണ് LMA ജോബ്സ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഒരു ആപ്പിൾ പിക്കാനോ അല്ലെങ്കിൽ സ്ട്രോബെറി പിക്കാനോ ഒക്കെയാണ് ഈ LMA ജോബ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ് പല ആൾക്കാരുടെ നിന്ന് കാശ് മേടിക്കുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിശ്വസിച്ച് പല ആൾക്കാരും ലക്ഷങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ള ഏജൻസികൾക്ക് കാനഡയിൽ അങ്ങനത്തെ വർക്ക് വിസയിൽ വരാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. എന്നാൽ പിന്നീട് അതൊക്കെ പറ്റിയിട്ടാണ് എന്ന് പലർക്കും മനസ്സിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഇടയ്ക്കും അതായത് 2025 അങ്ങനത്തെ പല LMA ജോബ്സും ഉണ്ട് എന്നൊക്കെ പല ഏജൻസികളും പല ആൾക്കാരോടും പറയുന്നുണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഏജൻസികൾക്കും നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാവുന്നതാണ് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ, പ്രത്യേകിച്ച് ദുബായ് ആയിക്കോട്ടെ, സൗദി ആയിക്കോട്ടെ, അങ്ങനത്തെ പല കൺട്രീസിലും നമ്മളൊരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് വിസ എടുത്തിട്ടാണ് ആ രാജ്യത്തേക്ക് പോകുന്നത്. അതായത് ഒരു സ്പെസിഫിക് ജോലി ചെയ്യാനായിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഓഫീസ് മാനേജറിൻ്റെ ഒരു പോസ്റ്റാണ് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ആ ജോലി ചെയ്യാൻ തന്നെയായിരിക്കും നമ്മളൊരു മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോകുന്നത്. വൺസ് ആ ജോലിയുടെ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ ആ വിസ റിന്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ ആ രാജ്യത്ത് തുടരാൻ പറ്റത്തുള്ളൂ. പലരും പല ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസും, അതായത് കാനഡ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, UK അങ്ങനത്തെ പല കൺട്രീസിലും ഈ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഉള്ളത് എന്നാണ് പലരും ഇന്നും വിശ്വസിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കാനഡ പോലത്തെ രാജ്യത്ത് വർക്ക് പെർമിറ്റൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വളരെ ചെറിയൊരു നമ്പറിൽ മാത്രമേ ആ വർക്ക് പെർമിറ്റൊക്കെ അവർ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോവിഡിനൊക്കെ മുമ്പ് 2020 മുമ്പ് ആണ് കുറച്ചുകൂടെങ്കിലും കൂടുതൽ വർക്ക് പെർമിറ്റൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വർക്ക് പെർമിറ്റൊക്കെ LMA എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. LMA എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നാണ്. അതായത് LMA എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ആ ജോലി ചെയ്യാനായിട്ട് തക്കതായിട്ടുള്ള ആൾക്കാരില്ല എന്ന് കാനഡ ഗവൺമെൻറ്റിന് ഉത്തമമായിട്ടുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ ആണ് പല വിദേശ രാജ്യത്തും, പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യത്തു നിന്നും അതിന് ആ ജോലി ചെയ്യാനായിട്ട് പ്രാപ്തരായിട്ടുള്ള ആൾക്കാരെ കാനഡയിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അതിനുശേഷം കാനഡ അവർക്ക് ഒരു PR കൊടുത്ത് കാനഡയെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു LMA വഴി കാനഡ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2015 ശേഷം വളരെയധികം ആൾക്കാർ പ്രത്യേകിച്ച് മൈഗ്രേറ്റ് ചെയ്തൊക്കെ ചെയ്ത് കാനഡയിൽ വന്നത് കാരണം ആ LMA ജോബുകളുടെ ഒക്കെ ഡിമാൻഡ് വളരെയധികം കുറയുകയും പല ജോലികളും ചെയ്യാനുള്ള ആൾക്കാർ ഓൾറെഡി കാനഡയിൽ എത്തിയത് കൊണ്ട് അങ്ങനെ വിദേശ രാജ്യത്ത്, അതായത് പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യത്തു നിന്നൊന്നും ആൾക്കാർ എടുക്കണ്ട എന്നൊരു തീരുമാനമാണ് കാനഡ ഗവൺമെൻറ് എടുത്തത്. എന്നിരുന്നാലും സ്പെസിഫിക് ആയിട്ടുള്ള പല ജോലികളും ചെയ്യാനായിട്ട് തക്കതായിട്ടുള്ള ആൾക്കാർ ഇന്നും കാനഡയിൽ അവൈലബിൾ അല്ല. പക്ഷേ ആ തക്കതായിട്ടുള്ള ജോലികളെന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അമ്പലത്തിലെ ഒരു ശാന്തിക്കാരനോ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ പ്രീസ്റ്റോ അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ജോലികൾ ചെയ്യാനാണ് ഇന്നും ആൾക്കാർ ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. അതായത് ഒരു ആപ്പിൾ പിക്കാനോ അല്ലെങ്കിൽ ഒരു ഫാമിലി ജോലി ചെയ്യാനോ ഒക്കെ ആൾക്കാരില്ല എന്നാണ് പല ഏജൻസികളും നാട്ടിലുള്ളവരോടൊക്കെ പറയുകയൊക്കെ ചെയ്ത് വളരെയധികം കാശൊക്കെ അവരെ മേടിച്ചിട്ട് കാനഡയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് വിശ്വസിച്ചാണ് പല ആൾക്കാരും ഏജൻസികൾക്കൊക്കെ ഭീമമായിട്ടുള്ള തുക കൊടുത്തിട്ട് കാനഡയിലേക്ക് വരാൻ റെഡിയായിട്ടിരിക്കുന്നത്. വൺസ് ഒരു ചെറിയ എമൗണ്ടൊക്കെ അഡ്വാൻസ് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് അവർ നീട്ടിക്കൊണ്ട് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിനുശേഷം പല ആൾക്കാരോടും വിളിച്ച് ചോദിക്കുമ്പോഴാണ് അതൊക്കെ ഒരു പറ്റീരായിരുന്നു എന്നത് പലരും മനസ്സിലാക്കുന്നത് പോലും. LMAയുടെ പേരിൽ ഇത്രയധികം ചൂഷണം നടക്കുന്നുണ്ട് എന്ന് കാനഡ ഗവൺമെൻറ് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ലോ വേജ് LMA എല്ലാം കാനഡ ഗവൺമെൻറ് അവർ നിർത്തലാക്കിയത്. ലോ വേജ് LMA എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ വരുന്ന LMA ജോബുകളാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. ബേസിക് ആയിട്ടുള്ള ശമ്പളം കാനഡ ഗവൺമെൻറ് കൊടുക്കുന്ന ആ ജോലികളെല്ലാം ലോ വേജ് കാറ്റഗറിയിലാണ് അവർ ഉൾപ്പെടുത്തിയേക്കുന്നതും. അങ്ങനത്തെ ഉള്ള ലോ വേജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഒന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഔട്ട്സൈഡ് കാനഡയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരണ്ട എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ തന്നെ പല സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള പല ആൾക്കാരും ഇങ്ങനത്തെ LMA ജോബൊക്കെ വളരെ അനധികൃതമായിട്ട് എടുക്കുകയും ഒക്കെ ചെയ്ത് കണ്ടിട്ട് ഗവൺമെൻറ് LMA ജോബിനുള്ള പോയിൻറ്റ്സ് എടുത്ത് കളയുകയും ചെയ്തു.
ഇപ്പോഴും കാനഡയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല കാറ്റഗറിയിലോട്ട് നടക്കുന്ന കാണാം. അതായത് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, അതിൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ഇൻവിറ്റേഷൻസ് ഒക്കെ നടക്കുന്ന കാണാറുണ്ട്. അപ്പോൾ പലരും വിചാരിക്കുന്നത് അവർ നാട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു എഞ്ചിനീയറായിട്ടാണ് ഇങ്ങോട്ട് കാനഡയിലേക്ക് വരുന്നത്, മാത്രമല്ല ഇവിടെ ഡയറക്റ്റ് ഒരു ജോലിയായിട്ടാണ് വരുന്നത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. നമ്മളാദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാനഡയിൽ ഒരു പ്രത്യേകിച്ച് ജോബ് ഒരു കാറ്റഗറിയിലാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ ജോലി ചെയ്യുന്നവർ, അതായത് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ഒരാളെയാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫീൽഡിലുള്ളവരെ ഇവിടെ ഷോർട്ടേജ് ഉള്ളത് കാരണം, അതായത് ആ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ആൾക്കാർ ഇവിടെ ഇല്ലാത്തത് കാരണമാണ് ആ കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ അവർ നടത്തുന്നത്. പക്ഷേ ഡയറക്റ്റ് ഒരു PR എടുത്തിട്ടാണ് ഈ കാറ്റഗറി ബേസ്ഡ് ഇൻവിറ്റേഷൻ വഴി അവർ കാനഡയിലേക്ക് വരുന്നത് എങ്കിൽ പോലും അവർ ഇവിടെ വന്നതിന് ശേഷം അവർ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷനൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ചിലരൊക്കെ വേറെ അഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ പഠിക്കുകയൊക്കെ ചെയ്യും, മറ്റ് ചിലർ വേറെ ഫീൽഡിലേക്ക് അവർ സ്വിച്ച് ചെയ്യാറുമുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാനഡയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് PR എടുത്തിട്ടാണ് പല ആൾക്കാരും കാനഡയിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ അവർക്കൊരു സെറ്റിൽമെൻ്റ് ആണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് USA നോക്കിക്കഴിഞ്ഞാൽ USA ഒക്കെ നേരത്തെ H-1B വിസ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പല ആൾക്കാരും, പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്ന പല ആൾക്കാരും അവരുടെ നാട്ടിലെ ഉള്ളൊരു കോളേജിൽ നിന്നുള്ളൊരു ക്യാമ്പസ് സെലക്ഷൻ വഴിയോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്തൊരു കമ്പനിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് US എത്താറുണ്ടായിരുന്നു. അതിനെയാണ് H-1B വിസ എന്ന് പറയുന്നത്. അതായത് അവർ ഡയറക്റ്റ് വർക്ക് വിസയിലായിരുന്നു അവർ US എത്തിക്കൊണ്ടിരുന്നത്. വൺസ് അവരുടെ വർക്ക് വിസയുടെ കോൺട്രാക്റ്റ് ചിലപ്പോൾ 3 വർഷമാവാം, ചിലപ്പോൾ 5 വർഷമാവാം. ആ 5 വർഷം അവർ വർക്ക് വിസയിൽ തന്നെയാണ് അവർ US വരുന്നതും. ആ വർക്കിന് ശേഷം വർക്ക് വിസയുടെ കാലാവധി കഴിയുമ്പോൾ അവർക്ക് ഗ്രീൻ കാർഡ്, അതായത് PR-ന് അപേക്ഷിക്കാനുള്ളൊരു അവസരം US കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻസി കിട്ടി US സെറ്റിൽ ചെയ്യുമായിരുന്നു പതിവ്. എന്നാൽ ഇതിനുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞ്, അതായത് 5 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ് ഇൻ കേസ് ആ ഒരു ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ ഒരു PR കിട്ടിയില്ലെങ്കിൽ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നതാണ് പലരെയും വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഒരു വിദേശ രാജ്യത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവിടുത്തെ ഒരു നല്ല രീതിയിലുള്ള ശമ്പളവും അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അതിപ്പം ഏത് രാജ്യമെന്നില്ല, ഇപ്പം പല ഡെവലപ്മെൻറ്റ് കുറഞ്ഞ രാജ്യത്തേക്കും അവർക്ക് തിരിച്ചു പോകാനൊക്കെ വളരെയധികം വിഷമമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ആ രാജ്യത്ത് തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വർക്ക് പെർമിറ്റിന് ശേഷം ഗ്രീൻ കാർഡ് കിട്ടാത്ത കാരണം തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകണമെന്ന സാഹചര്യമാണ് പലരിലും കണ്ടുവരുന്നത്. ഇതിന് വ്യത്യസ്തമായി കാനഡ ആദ്യം തന്നെ തരുന്നത് ഒരു PR അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസിയാണ്. അതായത് ആദ്യം തന്നെ ഈ രാജ്യത്ത് ദീർഘകാലം, അതായത് പെർമനൻ്റായിട്ട് ഈ രാജ്യത്ത് തുടരാനുള്ള ഒരു അവസരമാണ് ആദ്യം കാനഡ ഗവൺമെൻറ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മളൊരു ജോലി കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ഈ രാജ്യത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാഹചര്യം നമ്മളായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇതിനകത്തൊരു 100% അഷ്വറൻസ് കിട്ടുന്നത് ഈ രാജ്യത്ത് തുടരാമെന്നുള്ളതാണ്. ഇതാണ് ബാക്കിയുള്ള രാജ്യത്തു നിന്ന് വ്യത്യസ്തമായി എല്ലാവരും കാനഡയിൽ ആകർഷിപ്പിക്കാനുള്ള ഒരു മെയിൻ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാനഡയിലേക്ക് വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ വർക്ക് വിസയിലായിട്ട് വരാനുള്ള സാധ്യത 100% വെറും 1-2% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ വർക്ക് വിസ എടുത്ത് കാനഡയിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങളത് വിശ്വസിക്കാതിരിക്കുക. ഈ റീസെൻ്റായിട്ടുള്ള പുതിയ നിയമങ്ങളൊക്കെ വന്നത് കാരണം അങ്ങനത്തെ ഒരു വർക്ക് പെർമിറ്റുകളെല്ലാം കാനഡ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. കാനഡയിൽ റീസെൻ്റായിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നോക്കിയപ്പോൾ അത് വളരെ കൂടുതലാണ് എന്ന് കാനഡ ഗവൺമെൻറ് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഒരു രീതിയിലും വിദേശ രാജ്യത്തു നിന്നൊന്നും ഒരു ജോലിക്ക് ഒരാളെ എടുക്കണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഏജ് സൈനിങ് ഓഫ്. ബൈ.